നമസ്കാരം. പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പി എസ് സി ബുള്ളറ്റിൽ 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത്. ഈ പി എസ് സി ബുള്ളറ്റിൽ നിന്നും എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി ഓൾറെഡി ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിൻ്റെ അവസാന നോവലാണ് അണ്ടിൽ ഓഗസ്റ്റ്. എന്താണ് അണ്ടിൽ ഓഗസ്റ്റ്? പി എസ് സി ചോദിച്ചത് എങ്ങനെയാണ്? അണ്ടിൽ ഓഗസ്റ്റ് എന്നത് ആരുടെ നോവലാണ്? അത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാന നോവലാണ് ഏത്? അണ്ടിൽ ഓഗസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി 19ാം ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് എന്താണ്? കമ്പാല. എവിടെയാണ്? ഉഗാണ്ട. എന്താണ്? കമ്പാല, ഉഗാണ്ട. നാം അല്ലേ? 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല, ഉഗാണ്ടയാണെങ്കിൽ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷ ചോദ്യമാണ് 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യയാണ്. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് റഷ്യയെങ്കിൽ 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം 2025, അതായത് ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ദക്ഷിണാഫ്രിക്ക. എങ്കിൽ 2024 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? അത് ബ്രസീലായിരുന്നു. ആരായിരുന്നു? ബ്രസീൽ അല്ലേ? യെസ്. എങ്കിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ തുടർച്ചയായി 4ാം തവണ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് ആര്? ഷെയ്ഖ് ഹസീന. ആരാണ്? ഷെയ്ഖ് ഹസീന അല്ലേ? എന്താണ്? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വരികയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന. ഓർത്തു വെക്കണേ. ഇനി 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയെ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങളെ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണേ. ഇതിൽ ബ്രിക്സിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പം 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ വർഷങ്ങളാണ്. ഇനി UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. എത്രയോ തവണ പി എസ് സി ചോദിച്ചതാണ്. എന്താണ്? കഴിഞ്ഞ 2023 എന്ന് ചോദിച്ചു. എന്താണ്? മില്ലറ്റ്സ് വർഷമായിരുന്നു. ഇനി ചോദിക്കുന്നത് 2024 എന്ത് വർഷമായിട്ടാണ് UN ആചരിക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചോദിച്ചാൽ അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഓർത്തിരിക്കണേ. ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് 2024. ഓക്കെ അല്ലേ? ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെടാം. യെസ്. അപ്പം ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ അവസാന നോവലാണ് ഇത് അണ്ടിൽ ഓഗസ്റ്റ്. 19ാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയാകുന്നത് കമ്പാല, ഉഗാണ്ടയെങ്കിൽ 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയായിരുന്നു? അത് ബ്രസീൽ അല്ലേ? എന്താണ്? ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി തുടർച്ചയായി 4ാം തവണ തെരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനൊടുവിൽ പദവി രാജിവെച്ച് രാജ്യം വിടേണ്ടി വരികയും ചെയ്ത നേതാവാണ് ഷെയ്ഖ് ഹസീന അല്ലേ? ഇനി 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളാണല്ലേ? UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. ഓക്കെ അല്ലേടാ? യെസ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതും കൂടി പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വീഡിയോസ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ്, അതുപോലെ തന്നെ PVQ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അതൊക്കെ കാണുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ. ഏതാണ്? കുവൈറ്റ് ദിനാർ അല്ലേ? ഫോബ്സ്
മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ എങ്കിൽ 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 4-ാം സ്ഥാനം. എത്രയാണ്? 4-ാം സ്ഥാനം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക, ഇന്ത്യയുടെ സ്ഥാനം 4. ഓർത്തിരിക്കണേ. ഇനി ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ആര്? ഒലേഗ് കൊനോനെൻകോ. ഒലേഗ് കൊനോനെൻകോ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ഒലേഗ് കൊനോനെൻകോയുടെ പ്രത്യേകത? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ് കൊനോനെൻകോ. ഓക്കെ അല്ലേ? അപ്പം ഒലേഗ് കൊനോനെൻകോയുടെ ഫോട്ടോ ഇവിടെ തന്നിട്ടുണ്ട്, അതും കൂടി ശ്രദ്ധിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? അത് ദാവോസ്, സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ ഹിയർ എന്താണ് കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO അല്ലേ? കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ് അല്ലേ? തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവാണ് മുഹമ്മദ് യൂനുസ്. ഓർത്തിരിക്കണേ. ഒന്നുകൂടി ഞാൻ വായിക്കാം. എന്താണ് കുവൈറ്റ് ദിനാർ? ഫോബ്സ് മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസിയാണ് കുവൈറ്റ് ദിനാർ എങ്കിൽ 2024 ഗ്ലോബൽ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക, ഇന്ത്യയുടെ സ്ഥാനം 4-ാം സ്ഥാനമാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഒലേഗ് കൊനോനെൻകോ എങ്കിൽ എന്താണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ്. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനയ്ക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ എന്ന് പറയുന്നത്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ്. മുഹമ്മദ് യൂനുസ്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് ഏത്? മൗണ്ട് ലെവോട്ടോബി ലാക്കി. PS ചോദിച്ചു ഇങ്ങനെയാണ്, മൗണ്ട് ലെവോട്ടോബി ലാക്കി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യ അല്ലേ? അപ്പൊ അഗ്നിപർവ്വത ഈ അടുത്ത് നടന്ന അഗ്നിപർവ്വത സ്ഫോടനം പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതങ്ങളുടെ പേരും അവ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കൊടുങ്കാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഓർത്തിരിക്കണേ. ഇനി 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് മൗണ്ട് ലെവോട്ടോബി ലാക്കി. ഇനി റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ്? അത് ഐസ്ലൻഡ്. റെയ്ക്യാനസ് എന്താണ്? റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഐസ്ലൻഡ്. ഓർത്തിരിക്കണേ. ഇനി ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരമാണ് ഏത്? ലണ്ടൻ. ഏതാണ്? ലണ്ടൻ അല്ലേ? ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് ലണ്ടൻ ആണ്. നെക്സ്റ്റ് 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ആ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93 ആണ്. എത്രയാണ്? 93. 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. അഴിമതി കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 93. അതും കൂടി ഓർത്തിരിക്കുക. 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം ഏതാണ്? അത് സൊമാലിയ. ഏതാണ്? സൊമാലിയ. 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കൂടുതലുള്ള രാജ്യം സൊമാലിയയാണ്. എങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പാണ് ഏത്? ഇൻസ്റ്റഗ്രാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യപ്പെട്ട
ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? ഇൻസ്റ്റഗ്രാം അല്ലേ, ഇൻസ്റ്റഗ്രാം. ഇനി ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഇത് ഗ്രോക്ക്. എന്താണ് ഗ്രോക്ക്? ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഇത് ഗ്രോക്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഇത് ന്യൂറാലിങ്ക്. ഇതൊക്കെ ചോദിച്ചു. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഏതിടാ? ന്യൂറാലിങ്ക്. ഓക്കെ അല്ലേ? ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഒന്നുകൂടി ഞാൻ വായിക്കട്ടെ. എന്താണ്? അഗ്നിപർവ്വതം അല്ലേ, മൗണ്ട് ലെവോട്ടോബി ലാക്കി 2024 ജനുവരിയിൽ എന്താണ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ്. ഇനി റെയ്ക്യാനസ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച രാജ്യം ഏതാണ്? ഐസ്ലൻഡ്. ഏതാണ്? ഐസ്ലൻഡ്. ഓക്കെ അല്ലേ? ഇനി ലോകത്തിലെ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള നഗരം ഏതാണ്? ലണ്ടൻ ആണ്. 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം 93. 2023 ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അഴിമതി കുറവുള്ള രാജ്യം സൊമാലിയാണ്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏതാണ്? അത് ഇൻസ്റ്റഗ്രാം. ചാറ്റ് GPT ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഇത് ഗ്രോക്ക്. ഏതാണ്? ഗ്രോക്ക്. എന്താണ് ന്യൂറാലിങ്ക്? ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ഏത് കൂട്ടുകാരെ? യെസ്, എന്താണ് ന്യൂറാലിങ്ക്. ഏതാണ്? ന്യൂറാലിങ്ക്. ഓക്കെ അല്ലേടാ? യെസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യായാത്ര തുടങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ്. ഇങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ എന്ന് ചോദിച്ചു. ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ്. എന്താണ്? ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യായാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി. ആരാണ്? ലയണൽ മെസ്സി അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ആരെ ചോദിച്ചാൽ പറയണം? അതാരാണ്? അത് ലയണൽ മെസ്സി അല്ലേ. 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പീസ്കോവ, ചെക്ക് റിപ്പബ്ലിക് ആണ്. എന്താണ്? ഏത് രാജ്യക്കാരാണ്? ചെക്ക് റിപ്പബ്ലിക് ആണ്. 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പീസ്കോവ, ചെക്ക് റിപ്പബ്ലിക്. ഇനി 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് മുംബൈയാണ്. എവിടെയാണ്? മുംബൈ അല്ലേ. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി, സുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈയാണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. ഓർത്തിരിക്കണേ, 32ാമത്തെ രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? അത് സ്വീഡൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ആര്? ഇമ്രാൻഖാൻ. എന്താണ്? രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ആര് കൂട്ടുകാരെ? ഇമ്രാൻഖാൻ. എന്താണ്? ഇമ്രാൻഖാൻ. എങ്കിൽ 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB എന്നത്. എന്താണ്? 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയമാണ് യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം ബീറ്റ് ലെപ്രസി. എന്താണ്? ബീറ്റ് ലെപ്രസി. ഇതൊക്കെ PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയമാണ് ബീറ്റ് ലെപ്രസി. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണ് ആര് കൂട്ടുകാരെ? ഇമ്രാൻഖാൻ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. 2024 ലോക സുന്ദരി മത്സരത്തിന്റെ വേദി മുംബൈ. എങ്കിൽ 2024 ലോക സുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റീന പീസ്കോവ, ചെക്ക് റിപ്പബ്ലിക് താരമാണ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം ലയണൽ മെസ്സി. എങ്കിൽ ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്യായാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലാണ് ഐക്കൺ ഓഫ് ദി സീസ്. ഓക്കെ അല്ലേ? യെസ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഇതിൻ്റെ ബാക്കി നമുക്ക് എന്താണ് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ? കുറേ വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. അതൊക്കെ കാണുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ
ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ഒരു ലവ് ചിനോ തംസപ്പോ സ്മൈലോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റ്സും അല്ലെങ്കിൽ സപ്പോർട്ടാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എനിക്കുള്ള പ്രചോദനം. അതും കൂടി മറക്കാതെ ചെയ്യുക. ഓക്കെ, ബൈ, സി യു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, സി യു.